ജനുവരി 7 പെനാഫോർട്ടിലെ വിശുദ്ധ റെയ്മണ്ട്. ബാഴ്സലോണയിലെ പെനാഫോർട്ടിലുള്ള ഒരു സമ്പന്ന കുടുംബത്തിലാണ് വിശുദ്ധ റെയ്മണ്ട് ജനിച്ചത്. ക്രിസ്തീയ വിശ്വാസത്തിൽ ചെറുപ്പം മുതലേ ആകൃഷ്ടനായ അദ്ദേഹം ദൈവവചന വ്യാഖ്യാനത്തിന് കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നു. യൗവനത്തിന്റെ കുറച്ചു കാലഘട്ടം സാഹിത്യ മാനവിക വിഷയങ്ങളിൽ അധ്യാപകനായി ബാഴ്സലോണയിൽ സേവനമനുഷ്ഠിച്ചു. പിന്നീട് അദ്ദേഹം ബൊളോഞ്ഞയിലേക്ക് പോയി. പൊതുസഭാ നിയമങ്ങളിലും വിശുദ്ധ ലിഖിത വ്യാഖ്യാനത്തിലും അഗ്രാഹ്യ പാണ്ഡിത്യം നേടിയ ഈ വിശുദ്ധൻ അവിടെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായി അംഗീകരിക്കപ്പെട്ടു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും വിശ്വാസവും നാടെങ്ങും പ്രചരിച്ചു. അങ്ങനെയിരിക്കെ ബാഴ്സലോണയിലെ മെത്രാനായിരുന്ന ബെരങ്ങാരിയൂസ് റോമിലെ രൂപതയിൽ നിന്നും തിരിച്ചു വരുന്ന വഴി ഈ വിശുദ്ധനെ കാണുകയും ബാഴ്സലോണയിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ബാഴ്സലോണയിലെത്തിയ വിശുദ്ധൻ അധികം താമസിയാതെ അവിടുത്തെ സഭാചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അധികാരിയായി നിയമിക്കപ്പെട്ടു. നീതിയുക്തമായ ജീവിതവും വിനയവും ലാളിത്യവും പാണ്ഡിത്യവും വഴി അദ്ദേഹം സകല പുരോഹിതർക്കും വിശ്വാസികൾക്കുമിടയിൽ മാതൃകാ പുരുഷനായി. പരിശുദ്ധ മാതാവിലുള്ള ഈ വിശുദ്ധന്റെ അടിയുറച്ച വിശ്വാസം അസാധാരണമായിരുന്നു. അതിനാൽ തന്നെ ദൈവമാതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാനുള്ള ഒരവസരവും അദ്ദേഹം പാഴാക്കിയിരുന്നില്ല. അദ്ദേഹത്തിന് 45 വയസ്സായപ്പോൾ അദ്ദേഹം തന്റെ കർമ്മമേഖല ഡൊമിനിക്കൻ സഭയിലേക്ക് മാറ്റി. വിജാതീയരുടെ പിടിയിലായിരുന്ന തടവുകാരെ മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പ്രവൃത്തികൾക്കും തന്റെ ജീവിതം പൂർണ്ണമായും ഒഴിഞ്ഞുവെച്ചു. ഇദ്ദേഹത്തിന്റെ ഉപദേശാനുസരണമാണ് വിശുദ്ധ പീറ്റർ നൊലാസ്കോ തന്റെ സമ്പാദ്യമെല്ലാം കാരുണ്യ പ്രവർത്തനത്തിനായി മാറ്റിവെച്ചത്. ഇതിനിടെ വിശുദ്ധ പീറ്റർ നൊലാസ്കോയ്ക്കും വിശുദ്ധ റെയ്മണ്ടിനും ആരഗോണിലെ രാജാവായ ജെയിംസ് ഒന്നാമനും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് വിജാതിയരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായി തടവിൽ കഴിയുന്ന വിശ്വാസികളുടെ മോചനത്തിനായി ഒരു ആത്മീയ സഭ രൂപീകരിച്ചാൽ അത് തനിക്കും തന്റെ ദൈവകുമാരനും ഏറ്റവും സന്തോഷദായകമായ കാര്യമായിരിക്കുമെന്ന് അറിയിച്ചു. ഇതേ തുടർന്ന് മൂവരും ചേർന്ന് വിമോചകരുടെ സഭ അല്ലെങ്കിൽ അവർ ലേഡി ഓഫ് മേഴ്സി ഫോർ ദ റാൻസം ഓഫ് ക്യാപ്റ്റീവ്സ് എന്ന സന്യാസ സഭയ്ക്ക് രൂപം നൽകി. ഈ സഭയ്ക്ക് വേണ്ട ആത്മീയ ദർശനങ്ങളും സഭാനിർദ്ദേശങ്ങളും തയ്യാറാക്കിയത് വിശുദ്ധ റെയ്മണ്ട് ആയിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഗ്രിഗറി 9 മാർപ്പാപ്പയിൽ നിന്നും അവർ ഈ സഭയ്ക്ക് വേണ്ട അംഗീകാരം നേടിയെടുത്തു. തുടർന്ന് വിശുദ്ധ റെയ്മണ്ട് വിശുദ്ധ പീറ്റർ നൊലാസ്കോയ്ക്ക് തന്റെ കൈകളാൽ സഭാവസ്ത്രം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഈ സഭയുടെ ആദ്യത്തെ ജനറലായി നിയമിച്ചു. വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധനെ ഗ്രിഗറി 9 മാർപ്പാപ്പ റോമിലേക്ക് വിളിപ്പിക്കുകയും തന്റെ ചാപ്പൽ പുരോഹിതനും കുമ്പസാര വൈദികനുമായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. ഈ പാപ്പായുടെ ആവശ്യപ്രകാരമാണ് വിശുദ്ധൻ പാപ്പാമാരുടെ പല സമിതികളിലായി ചിതറിക്കിടന്നിരുന്ന വിധികളും പ്രമാണങ്ങളും കത്തുകളും ഒരുമിച്ച് ചേർത്ത് ഡിക്രീറ്റൽസ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമാക്കി മാറ്റിയത്. ഇതേ പാപ്പ തന്നെ വിശുദ്ധന് ടറാഗോണയിലെ മെത്രാപ്പോലിത്ത സ്ഥാനം വാഗ്ദാനം ചെയ്തുവെങ്കിലും അത് വളരെ എളിമയോടുകൂടി അദ്ദേഹം നിരസിച്ചു. കൂടാതെ 2 വർഷത്തോളം ഈ വിശുദ്ധൻ വഹിച്ചു വന്ന ഡൊമിനിക്കൻ സഭയിലെ ജനറൽ പദവിയും സ്വന്തം തീരുമാനപ്രകാരം ഉപേക്ഷിച്ചു. ആരഗോണിലെ രാജാവായ ജെയിംസ് ഒന്നാമനെ തന്റെ അധികാര പ്രദേശത്ത് ഒരു മതദ്രോഹ വിചാരണ കാര്യാലയം സ്ഥാപിക്കാനും വിശുദ്ധ റെയ്മണ്ട് പ്രോത്സാഹിപ്പിച്ചു. ധാരാളം അത്ഭുത പ്രവർത്തനങ്ങളും ഈ വിശുദ്ധന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിൽ ഏറ്റവും പ്രസിദ്ധമായത് ഒരിക്കൽ മജോർക്കോ ദ്വീപിൽ നിന്നും ബാഴ്സലോണയിലേക്ക് ഈ വിശുദ്ധൻ തിരികെ വരുന്ന വഴി തന്റെ മേലങ്കി അദ്ദേഹം കടലിൽ വിരിക്കുകയും 6 മണിക്കൂറോളം അതിന്മേലിരുന്ന് തുഴഞ്ഞ് ഏതാണ്ട് 160 മൈലുകളോളം സഞ്ചരിച്ച് തന്റെ ആശ്രമത്തിലെത്തിയെന്നും അടഞ്ഞുകിടന്ന ആശ്രമവാതിലിലൂടെ അദ്ദേഹം തന്റെ ആശ്രമത്തിൽ പ്രവേശിച്ചുവെന്നുമുള്ളതാണ്. 1275 വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. ക്ലമന്റ് 8 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 100 വയസ്സ് പ്രായമായിരുന്നെന്ന് പുരാതന ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. നമുക്കും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.